ജിയോ പൊളിറ്റിക്സും വെസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഏഷ്യ നോക്കുവാണെങ്കിൽ ഈ ഹമാസ് കാണിച്ച ഭൂലോക ബ്ലണ്ടറ. അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് സുപ്രമസി കൊടുത്തു. അവരവിടെ ഉള്ള എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഒടുക്കലത്തെ അടിയടിച്ചു. എന്നിട്ട് ഇത്രയും ദൂരം 12,000 കിലോമീറ്റർ ദൂരം, അതായത് ഇറാന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പോലും ബോംബ് ഇട്ടു. ഇതിന് കാരണമാരാ? ഈ ഹമാസ് പൊട്ടന്മാരാ. ഹിസ്ബുള്ള തൊലഞ്ഞു. ഞാൻ നേരത്തെ ഇവരൊക്കെ തൊലഞ്ഞു പോയി. ഈ ഹിസ്ബുള്ളയുടെ അത്രയും പോലും സൈനിക ശക്തി, മാൻ പവർ, ട്രെയിൻഡ് മാൻ പവർ ഇല്ലാത്ത രാജ്യമാണ് ഈ ഖത്തർ. ഞാനിത് വെറുതെ പറയാനില്ല. വെൽ ട്രെയിൻഡ് ആണ് ഹിസ്ബുള്ള ആയിരുന്നു. അവരെ ചേതറിച്ച് ഉള്ളവനെ മുഴുവനും കൊന്നു കളഞ്ഞു. ഇപ്പൊ എന്താ അമേരിക്ക ലേറ്റസ്റ്റ് വിവരം അറിയാൻ സാധിക്കുന്നത്? അമേരിക്ക ഖത്തറിനോട് ആവശ്യപ്പെട്ടു, ഒന്നില്ലെങ്കിൽ അവരെ പുറത്താക്കൂ ഹമാസിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്റ്റേജസിനെ മുഴുവനും ഇത്ര ദിവസത്തിനുള്ളിൽ റിലീസ് ചെയ്യാൻ പറയുക, താക്കീത് കൊടുക്കുക. ഇതാണ് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു, ഇതാണ് അവിടെ ഉണ്ടാകാൻ പോകുക. അതിനുവേണ്ടിയാണ് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഭയന്നിട്ടാണ് അമേരിക്ക പോയിരിക്കുന്നത്. ആ രീതിയിലുള്ള താക്കീതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നിൽ പുറത്താക്കുക, പ്രോസിക്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം. അതായത് നാളെ ഈ അവിടെ അമീറിൻ്റെ ഒക്കെ തലേൻ്റെ പേരിൽ കൊണ്ട് ബോംബിടും. ഇത് സിമ്പിളായത്.